നിജേഷ് അരവിന്ദ്, ഇപ്പോൾ കോൺഗ്രസ് ആണ് എല്ലാത്തിനും ഉത്തരവാദി, കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ എന്നതാണ് എണ്ണമിട്ടിപ്പോൾ BG വിഷ്ണു പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷത്തിനെതിരെ പറയേണ്ടി വന്നത്, BJPക്ക് പറയേണ്ടി വന്നത് നിങ്ങൾ ന്യൂനപക്ഷത്തിന് കൂടുതൽ കൊടുത്ത കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് SC/ST സംവരണമടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്. അതാണ് പ്രതീകാത്മകമായ മറുപടിയായിരുന്നു. അതിൽ ഒരു തെറ്റുമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അക്കാര്യം പറയുന്നതിൽ എന്നാണ് BJP അവകാശപ്പെടുന്നത്. വിഷ്ണു പറഞ്ഞ കാര്യം സ്മൃതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. 2011 അവസാനത്തെ സെൻസസ് നടന്നത്, 10-11. 2021 നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ല. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അദ്ദേഹത്തിന് എവിടുന്നാണ് മലപ്പുറം ജില്ല സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലാണ് എന്ന് കിട്ടിയത്? ഞാൻ BG വിഷ്ണുവിനോട് ചോദിക്കുന്നു, കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ മക്കളുടെ എണ്ണം പരിശോധിക്കാൻ BG വിഷ്ണു തയ്യാറുണ്ടോ? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട്? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട്? BG വിഷ്ണു, ഞാൻ വ്യക്തിപരമായ ലൈഫിലേക്ക് കയറി പോവുകയല്ല. എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? അമിത്ഷാ എത്രാമത്തെ മകനാണെന്ന് എന്നുള്ള ചോദ്യമുണ്ട്. അമിത്ഷായുടെ മാതാപിതാക്കളുടെ എത്രാമത്തെ മകനാണ് അമിത്ഷാ എന്ന ചോദ്യം. അല്ല, ഞാൻ രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയ ജില്ലയുമാണ്. അല്ലെ വിഷ്ണു അദ്ദേഹം പറയട്ടെ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയട്ടെ. നിങ്ങൾ അങ്ങ് നിലമ്പൂർ മുതൽ അങ്ങ് പൊന്നാനി വരെ അല്ലെങ്കിൽ ചങ്ങരംകുളത്തിന്റെ അതിർത്തി വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ സഞ്ചരിച്ചു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ ജില്ലയാണ് എന്നുള്ളത്. പിന്നെ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു സമുദായം മാത്രമാണ് ഉള്ളത് എന്ന ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ തനി സബ്സ്റ്റാൻഡേർഡ് ആണ്. എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. മലപ്പുറം ജില്ലയിൽ BJP ഉണ്ട്, എല്ലാ നിയോജകമണ്ഡലം BJP ഉണ്ട്, BJP പ്രതിനിധികളുണ്ട്, അവിടെ BJPയുടെ നേതാക്കന്മാരുണ്ട്. പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വ്യക്തമായ മേധാവിത്വമുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ചർച്ച കൊണ്ടുവരും. നമ്മൾ വിഷയം കേന്ദ്രമായതുകൊണ്ട്, നരേന്ദ്രമോദിയുടെ സംസാരമായതുകൊണ്ട്, BJP കൊടുത്ത മറുപടി ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 47 മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും ജാതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗത്തിനോ വർണ്ണത്തിനോ കൂടുതലായി കൊടുത്തു എന്ന്, തുല്യതയല്ലാത്ത ഒന്ന് കൊടുത്തു എന്നുള്ളത് BJPക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുമാണ് ഞങ്ങളുടെ കൺസേൺ. അതുകൊണ്ടാണ് സംവരണം നടപ്പിലാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടായത്. ഭരണഘടന ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും എല്ലാവരെയും പ്രതിദാനം ചെയ്യുന്ന ആളുകൾ ഭരണഘടനാ സമിതിയിലുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, ഗാന്ധിജിയുമായും കോൺഗ്രസുമായും പലപ്പോഴും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറിനെ ഭരണഘടനാ സമിതിയുടെ ചെയർമാനാക്കിയത് വെറുതെയല്ല. ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രതിനിധി, വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിൽ എല്ലാവരും, ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിനിധി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വിശാലമായി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യം കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 7.5 പതിറ്റാണ്ട് മുന്നോട്ട് പോയപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഭരണഘടനയിൽ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ BJP പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതും എന്ന് പറയുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏതോ ചില പദങ്ങൾക്ക് അധികം കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒന്ന് കാലിടറി എന്ന് വന്ന സമയത്ത്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പാളും എന്ന് വന്ന സമയത്ത് രാജസ്ഥാനിൽ പോയി വർഗീയ പ്രസംഗം, നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ച് കോൺഗ്രസ് ഇന്ന വിഭാഗത്തിന് കൊടുക്കുമെന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട ഗതികേട് ഈ രാജ്യത്തുണ്ടായി. വംശവർദ്ധനവിനെ പറ്റി സംസാരിച്ചു, എല്ലാം എടുത്ത് ഒരാൾക്ക് കൊടുക്കും. ഇത്രയേറെ വർഗീയ വിഷം തുപ്പിയ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ, ഞാൻ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകളെ പറയുന്നത്, അന്നൊന്നും കാണാത്ത തരത്തിൽ ഒരു BJPയുടെ പ്രകടന പത്രിക പോലും മുന്നോട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചതുമായി, അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതിൽ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട്, ഒരു തട്ടിമാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് വിഭജനമുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം BJP പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ മാസം 25-നാണ് പരാതി കൊടുത്തത്. ഇന്ന് മെയ് മാസം പകുതിയോളം എത്തി, മെയ് മാസം 14 എത്തി.
ഇന്നാണ് മറുപടി. ആ മറുപടിക്കകത്ത് എന്താണുള്ളത്? ഞങ്ങൾ നരേന്ദ്രമോദി സംസാരിച്ചത് പ്രതീകാത്മകമായി. എന്ത് പ്രതീകാത്മകം? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം തുപ്പിയ വിഷത്തിന്റെ കണക്കെന്താ? ഞങ്ങൾക്ക് അതിനെയൊക്കെ അപ്പുറത്തേക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പുറത്തേക്ക് രാജ്യത്തെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, UP ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നു. BJPയുടെ കാലിടറി തുടങ്ങി. ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും. അതുമാത്രമാണ് ഞങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉറപ്പ്. ഇതുപോലെയുള്ള ആളുകൾ വന്ന് പറയുന്ന ബേസ്ലെസ് ആയ ആരോപണങ്ങളെ ഞാൻ തള്ളുന്നു. അതിന് മറുപടി പറയാൻ അദ്ദേഹം പറഞ്ഞതിന് ഒരടിസ്ഥാനവും ഇല്ലാത്തത് കൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി വന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ചില അടിസ്ഥാനങ്ങൾ, ചില ഡാറ്റ വേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം എവിടുന്നോ കിട്ടിയ ചില കാര്യങ്ങൾ വന്ന് നരേന്ദ്രമോദി ചെയ്യുന്നത് പോലെ തന്നെ തുപ്പുകയാണ് ചെയ്തത്. ആ തുപ്പിയ വിഷത്തിന്, തുപ്പിയ തീക്ക് മറുപടി പറയാൻ ഞാനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തരത്തിൽ ഒരാളെ പോലും പ്രീണിപ്പിക്കുന്ന, ഒരാൾക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ കൈപിടിച്ചുയർത്തുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പൊളിറ്റിക്സും എടുത്തില്ല. ഞങ്ങൾ ഇനിയും ആവർത്തിക്കുന്നു, ഇത് തന്നെ ആവർത്തിക്കുന്നു. ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അവനെ കൂടി കൈപിടിച്ചുയർത്താൻ കോൺഗ്രസ് ബാധ്യസ്ഥമാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത്. ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.